ഭാരതത്തിന് ഒരു കുടുംബ സങ്കല്പമുണ്ട്. വളരെ വിശുദ്ധവും പവിത്രവുമായ ഒരു വിശ്വാസ സംഹിത. പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ചു, ഒന്നിച്ച് ജീവിക്കുന്നു, മക്കളുണ്ടാകുന്നു, തലമുറകളുണ്ടാകുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സ്വവർഗ അനുരാഗികൾക്ക് വേണ്ടി സ്വവർഗ വിവാഹം എന്ന ആ സങ്കല്പം ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതിനെതിരെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ മറ്റൊരു വാർത്തയും കൂടെ വരികയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ബ്രഹ്മചര്യം നിർബന്ധമല്ല എന്ന ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു എന്നതായി ചില മാധ്യമങ്ങളിൽ ഇവിടെ വാർത്ത വരികയുണ്ടായി. ഈ രണ്ട് വിഷയങ്ങളിലും കൃത്യമായി സഭയുടെ നിലപാടുകൾ അറിയിക്കുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ ഷെക്കേന ബിഗ് ഡിബേറ്റിൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഫാദർ ടോം ഓലിക്കരോട്ട്, തലശ്ശേരി രൂപതയുടെ PRO, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, സീറോ മലബാർ സഭ സ്പോക്ക് പേഴ്സൺ. എൻ്റെ ആദ്യത്തെ ചോദ്യം ഫാദർ ടോം ഓലിക്കരോട്ടിനോടാണ്. ഈ വിഷയത്തിൽ, ഈ സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ സ്വവർഗ വിവാഹം എന്ന ഈ വിഷയത്തിൽ ഇവിടുത്തെ പല ആൾക്കാരും, പ്രത്യേകിച്ച് ചില ഇടതുപക്ഷ ചിന്താഗതിക്കാർ, അവരൊക്കെ പുരോഗമനപരമായിട്ട് നമ്മൾ ചിന്തിക്കണം. കത്തോലിക്ക സഭ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള പഴഞ്ചൻ ചിന്താഗതികളാണ് ഇപ്പോഴും പുലർത്തിക്കൊണ്ടു പോരുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അവർ സംസാരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ വിഷയത്തിൽ കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും നിലപാട് എങ്ങനെയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്? ഫാദർ ടോം ഓലിക്കരോട്ട്. സ്വവർഗ ലൈംഗികതയോടുള്ള കത്തോലിക്ക സഭയുടെ നിലപാടിൽ ഒരുപക്ഷെ ഇടത് പുരോഗമന ചിന്തകരും ലിബറൽ ചിന്തകരും ഒക്കെ ഒരു യാഥാസ്ഥിതിക പഴഞ്ചൻ നിലപാടെന്ന് പലപ്പോഴും വിലയിരുത്താറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ സംസ്കാരങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കുടുംബ സംവിധാനത്തിലാണ്. ലോകത്തിലെ പുകൾപ്പെട്ട എല്ലാ സംസ്കാരങ്ങളും തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ കുടുംബജീവിതം, കാർഷിക വൃത്തിയോടനുബന്ധിച്ച് കുടുംബജീവിതം ആരംഭിച്ചതിന് ശേഷമാണ് സംസ്കാരങ്ങൾ എല്ലാം തന്നെ ആരംഭിച്ചത്. അപ്പൊ കുടുംബ സങ്കല്പങ്ങളുടെ, മനുഷ്യവർഗം നാടുകളെ എല്ലാ പുരോഗതിയുടെയും മുഖ്യ സംഹിതകളുടെയും സാംസ്കാരിക വളർച്ചയുടെയും എല്ലാം അടിവേററുത്തു കളയുന്ന, കുടുംബ സംവിധാനത്തെ നശിപ്പിച്ചു കളയുന്ന സ്വവർഗ ലൈംഗികതകളുടെ സഭയുടെ നിലപാട്, അത് ഏതോ ഇടതുപക്ഷ ലിബറൽ ചിന്തകരോ അരാജകത്വത്തിന്റെ വക്താക്കളോ ഇച്ഛിച്ചാലും അത് മാറ്റമില്ലാത്ത നിലപാടാണ്. ആ നിലപാട് വളരെ അസന്നിഗ്ധമായിട്ട് സഭയുടെ മതബോധന ഗ്രന്ഥം കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1992. എന്നാൽ ഇന്നേക്ക് ഏതാണ്ട് 30 വർഷം മുമ്പ് വളരെ കൃത്യമായി കാലത്തിന് മുൻപേയുള്ള ഒരു നിലപാടാണ് ഈ മതബോധന ഗ്രന്ഥം നൽകുന്നത്. സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ടാണ് ബൈബിളിനെ നോർമേറ്റീവ് തിയോളജി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന വിശുദ്ധ വേദപുസ്തകവും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും സഭയുടെ നാളിതുവരെയുള്ള പ്രബോധന വേദികളുമെല്ലാം അസന്നിഗ്ധമായി സംശയത്തിന് ഇടമില്ലാത്ത വിധം തിന്മയാണ് എന്ന് ഈ സ്വവർഗ ലൈംഗികതയിൽ ആഭിമുഖ്യങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അതൊരു തിന്മയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആഭിമുഖ്യങ്ങളുള്ള ആളുകളെ കുറിച്ചുള്ള സഭയുടെ ചിന്ത എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കാലഹരണപ്പെട്ടവരല്ല, കാലത്തിന് മുൻപ് നടക്കുന്നവരാണ് സഭയും സഭയുടെ അജപാലന ശൈലിയും എന്ന് മനസ്സിലാക്കുന്നു. 1992 ഇവിടുത്തെ ഒരു പുരോഗമന ആശയക്കാരും ഒരു ഇടതുപക്ഷ ലിബറൽ ചിന്തകരും പറയുന്നതിന് മുൻപ് സ്വവർഗ അനുരാഗമുള്ള ആളുകളോട് എന്ത് മനോഭാവം എടുക്കണം എന്നുള്ളത് കൃത്യമായി ഈ മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: രൂഢമായ സ്വവർഗാഭിമുഖ്യമുള്ള ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് അവഗണിക്കാൻ പറ്റില്ല. വസ്തുനിഷ്ഠമായി ക്രമരഹിതമായ ഒരു പ്രവണത അവരിൽ ഭൂരിഭാഗത്തിനും ഒരു പരീക്ഷണം തന്നെയാണ്. ആദരവോടും സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടി അവരെ സ്വീകരിക്കണം. അവർക്കെതിരെ അന്യായമായ വിവേക സൂചനകളൊന്നും ഉണ്ടാകരുത്. വളരെ കൃത്യമാണ്. ഒരു തിന്മയായി കൃത്യമായി പറയുമ്പോൾ തന്നെ ആ തിന്മയിൽ അകപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ആ ബലഹീനത ഉള്ളിൽ കൊണ്ടുകിടക്കുന്ന മനുഷ്യർ അവരെ ആദരവോടും, വ്യക്തികൾ എന്നുള്ള ആദരവോടും സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടി സ്വീകരിക്കണം എന്നാണ് കത്തോലിക്ക സഭയുടെ നിലപാട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാലഹരണപ്പെട്ടതല്ല, കാലത്തിന് മുൻപേ നടന്നതാണ് സഭയ്ക്ക് ലൈംഗികമായ ഭിന്ന ആഭിമുഖ്യങ്ങളുള്ള എല്ലാ സഹോദരങ്ങളോടും ഉള്ള നിലപാട്. അങ്ങനെ ആദരവും സഹാനുഭൂതിയും കാണിക്കുമ്പോൾ തന്നെ തിന്മയാണെന്ന് പറയാൻ സഭ കടപ്പെട്ടവളാണ്. വിശുദ്ധ ഗ്രന്ഥം വളരെ കൃത്യമായി തിന്മ എന്ന് പറയുന്നതിനെ നന്മയാക്കി അവതരിപ്പിക്കാൻ സഭയ്ക്ക് വചനത്തിന്റെ മേൽ അടിസ്ഥാനത്തിൽ സഭയ്ക്ക് തന്നെ നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും അബദ്ധ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ, വസ്തുതകളെ ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് എല്ലാ കാലത്തും സഭയുടെ വ്യത്യസ്ത മേഖലകളിലെ നിലപാടുകൾക്ക് ഉയർത്തുമ്പോൾ തന്നെ ഇവിടെ ഉയരുന്നു. മാർപ്പാപ്പമാരുടെ നിലപാടുകളെ ദുർവ്യാഖ്യാനം നടത്തുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകളാൽ ഏറ്റവും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം മാർപ്പാപ്പയായ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു, സ്വർഗ അനുരാഗികളോടുള്ള നിലപാടല്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് അവരെ വിധിക്കാൻ ഞാൻ ആളല്ല എന്ന് പറയുന്ന അർത്ഥം ഈ മതബോധന ഗ്രന്ഥത്തിന്റെ നിലപാടാണ്. ആദരവോടും സഹിഷ്ണുതയോടും കൂടി അവരെ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം 1992 വളരെ കൃത്യമായി പറഞ്ഞു വെക്കുമ്പോൾ സഭയുടെ പരമാചാര്യന് ഞാൻ അവരെ വിധിക്കാൻ ആളല്ല എന്ന കാര്യത്തിൽ എന്താണ് പറയുന്നത്? ഉടനെ അത് മാർപ്പാപ്പ അനുസരിച്ചു എന്ന് വളരെ ദുർപ്രതിഷ്ഠിതമായിട്ട് ദുർബുദ്ധികൾ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ സഭയുടെ ധാർമ്മിക നിലപാടുകൾ ഇവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് അത് ദുർവ്യാഖ്യാനിക്കപ്പെടണം, തെറ്റിദ്ധരിപ്പിക്കപ്പെടണം, സമൂഹത്തിൽ വിശ്വാസികളുടെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പല നിലപാടുകളെ ഇപ്പോഴത്തെ വളരെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട്, സാഹചര്യത്തിന് അടക്കി മാറ്റി വ്യാഖ്യാനിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഷെക്കൈന ന്യൂസ് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് വളരെ പ്രസക്തമാണ്. സഭയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെച്ച 2021 CDFന്റെ വിശ്വാസ സംഘത്തിന്റെ ഡോക്യുമെന്റ് വളരെ കൃത്യമായി സ്വർഗ വിവാഹങ്ങൾ ആശീർവദിക്കുന്നതിനെ കുറിച്ചുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെ പറയാണ്, വി കനോട്ട് ബ്ലെസ് എ സിൻ. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെച്ച വിശ്വാസ രേഖയാണ് പറയുന്നത്, വി കനോട്ട് ബ്ലെസ് എ സിൻ. അതിന്റെ അർത്ഥം സഭയ്ക്കൊരു നിലപാടേ ഉള്ളൂ, അത് തിന്മയാണെന്ന് പറയുന്ന, പാപം പാപമാണെന്ന് പറയുന്ന നിലപാടാണ്. അതേസമയം പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ മനസ്സ് സഭ എല്ലാ കാലത്തും പുലർത്തുന്നു. ലോകത്തെ അത് ഏതു തരത്തിലുള്ള മനുഷ്യരാണെങ്കിലും അവരെ ആശ്ലേഷിക്കുന്നതാണ് സഭയുടെ ശൈലി. അതുകൊണ്ടാണ് കുഷ്ഠരോഗികളെ, സമൂഹം വെറുത്തുപേക്ഷിക്കുന്ന എയ്ഡ്സ് രോഗികളെയും അനാഥരെയും അഗതികളെയും എല്ലാം ആശ്ലേഷിക്കാൻ സഭയുടെ കരങ്ങൾ വിതർന്നു നിൽക്കുന്നത് പോലെ തന്നെയാണ് സ്വർഗ അനുരാഗമുള്ള മനുഷ്യരെ തിരസ്കരിക്കുകയല്ല, വിധിക്കുകയല്ല, സഹാനുഭൂതിയോടുകൂടി അവരെ പരിഗണിക്കുകയും ലൈംഗികതയുടെ സ്വാഭാവികവും വിശുദ്ധവും ശുദ്ധവുമായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് അവരെ പ്രാപ്തരാക്കുമാറ് കൂടെ നിൽക്കാൻ സഹായിക്കാൻ സഭ ഇന്നും ബദ്ധശ്രദ്ധയാണ്. ഇതാണ് ഈ വിഷയത്തിൽ സഭയുടെ അടിസ്ഥാനപരമായ കൃത്യവുമായ ഒരു നിലപാടെന്ന് പറയുന്നത്. വളരെ കൃത്യമാണ്. അതായത് അച്ഛൻ പറയുന്നത് ഈ സ്വവർഗ അനുരാഗമൊക്കെ ഉണ്ടാകുന്നത് ശരീരത്തിൽ വരുന്ന ഹോർമോണുകളുടെ ഒരു വ്യതിചലനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇങ്ങനെയൊന്നുണ്ടാകാം. എന്നാൽ അപ്പോൾ തന്നെ അങ്ങനെയുള്ള വ്യക്തികളോട് കരുണ കാണിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ ഈ സ്വവർഗ ലൈംഗികത പാപമാണെന്ന് തന്നെ ഉറപ്പിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു, അല്ലേ? അതാണ് മതബോധനത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. എങ്ങനെയാണ് ഈ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവരുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു സ്വർഗ ആഭിമുഖ്യത്തിൽ പെട്ടുപോയിരിക്കുന്നു. ഒരു പക്ഷേ ഹോർമോണൽ ചേഞ്ചുകൾ കൊണ്ടാവാം, മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ, വളർന്ന സാഹചര്യങ്ങളുടെ പരിണിത ഫലമായിട്ടാവാം. എന്നിട്ട് ഈ സഭയിലാണ് പറയുന്നത്, അവർ ക്രിസ്ത്യാനികളെങ്കിൽ തങ്ങളുടെ അവസ്ഥയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയോട് ചേർക്കുവാൻ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ആളുകൾ ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മതബോധനങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ആന്തരിക സ്വാതന്ത്ര്യം അഭ്യസിപ്പിക്കുന്ന ആത്മനിയന്ത്രണത്താലും ചിലപ്പോൾ നല്ല സൗഹൃദ ബന്ധത്തിന്റെ സഹായത്താലും പ്രാർത്ഥനയുടെയും സൗദാസ്യ കൃപാവരത്തിന്റെ ശക്തിയാലും തീർച്ചയായും അവർക്ക് ക്രമേണ പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കേണ്ടതാണ്. അപ്പോൾ സഭ ഇവരെ അനുധാവനം ചെയ്യുന്നു. എന്തിനാണ്? ലൈംഗികതയുടെ ശുദ്ധ ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത്. അതിന് പ്രാർത്ഥനയും സൗദാസ്യ കൃപയും
സുഹൃത്ത് ബന്ധത്തിലൂടെയുള്ള ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും, നല്ല വ്യക്തമായ മനഃശാസ്ത്രപരമായ കൗൺസിലിങ്ങുകളും തെറാപ്പികളും, ഈ ഹോർമോണൽ വ്യത്യാസങ്ങളാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകളും, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലൂടെ ലൈംഗികതയുടെ ദൈവദത്തമായ ലക്ഷ്യത്തിലും നിയോഗത്തിലും വ്യതിചലിച്ചു പോയ മനുഷ്യരെ അതിന്റെ സ്വാഭാവിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കാൻ സഭ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, കാലഹരണപ്പെട്ടതല്ല, ഉപതികൾ പ്രചരിപ്പിക്കുന്ന പോലെ പഴഞ്ചനല്ല, കാലത്തിന് മുൻപേ നടന്നതും സഞ്ചരിച്ചതുമാണ് സഭയുടെ സ്വവർഗ അനുരാഗികളോടുള്ള പക്ഷം ചേരലും നിലപാടും. ഓക്കെ, വളരെ വ്യക്തമാണ്. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഈ വിഷയത്തിൽ BJP സർക്കാർ എടുത്ത നിലപാടും കത്തോലിക്ക സഭയുടെ നിലപാടും രണ്ടും ഏറെക്കുറെ ചേർന്ന് പോകുന്നു. എന്നാൽ ചില ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും അവർ പലപ്പോഴും ഈ രീതിയിലുള്ള സ്വവർഗരതിക്കും സ്വവർഗ വിവാഹത്തിനുമൊക്കെ അവർ വളരെ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. നമുക്കെങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കാനായിട്ട് പറ്റുന്നത്, പാർട്ടികളുടെ നിലപാടിനെ? ഞാൻ അതിനു മുമ്പ് ഈ ചർച്ചയില് സ്വവർഗ വിവാഹം എന്ന് പറയുന്ന യാഥാർത്ഥ്യം കുടുംബത്തിന്റെ സങ്കല്പത്തിന് തന്നെ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിലെ കേസിൽ കൊടുത്ത അഫിഡവിറ്റിനെ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ്. പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അതുപോലെ രാഷ്ട്രത്തിന്റെയും കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിധത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ലോകത്തിന്റെ ക്രമത്തെ തന്നെ തകർക്കുന്ന തലം വരെയായി വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അവിടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും സമൂഹവും രാഷ്ട്രവും ലോകവും ഒരു പരിധിവരെ തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചിന്താധാരകളെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങൾ, പാർട്ടി ആയാലും മറ്റു പ്രസ്ഥാനങ്ങളായാലും, അത് ലോകക്രമത്തിന് എതിരെ ഉയർത്തുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവാഹം ഒരു ആഘോഷം മാത്രമല്ല, അതൊരു സംസ്കാരമാണ് എന്ന് RSSന്റെ ജനറൽ സെക്രട്ടറി പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അത് വിവാഹം ഒരു ആശയം എന്നതിനേക്കാൾ ഉപർത്ത് വ്യത്യസ്ത ലിംഗത്തിൽ നിന്നുള്ള ഇവരുടെ കൂടിച്ചേരലാണ് നമുക്കറിയാം. അവിടെയാണ് സ്വവർഗ ലൈംഗികത എന്ന ആ സങ്കല്പത്തെ നമ്മൾ യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മള് എന്താണ് സ്വവർഗ ലൈംഗികത അല്ലെങ്കിൽ സ്വവർഗ അനുരാഗം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. സാധാരണഗതിയിൽ ആധുനിക സൈക്കോളജിയും ശാസ്ത്രവും പറയുന്നത്, ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ അവന്റെ അപ്പനുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢതരമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവനെ അപ്പനെ കുറിച്ചുള്ള കരുത്തുറ്റ ഒരു ഇമേജാണ് അവന്റെ മനസ്സിലുള്ളതെങ്കിൽ അവൻ ഒരു കാരണവശാലും ഒരു സ്വർഗാനുരാഗിയായി മാറുകയില്ല എന്നുള്ളതാണ്. അവന്റെ അപ്പൻ അതേ സമയത്ത് അപ്പനെ കുറിച്ചുള്ള അവന്റെ പിതാവിനെ കുറിച്ചുള്ള അവന്റെ ഇമേജ്, അവന്റെ മനസ്സിലെ ഇമേജ് വീക്കായി പോകുന്ന സമയങ്ങളുണ്ട്. അപ്പന്റെ സ്വഭാവത്തിലെ വൈചിത്ര്യങ്ങളാവാം, വൈകൃതങ്ങളാവാം, അല്ലെങ്കിൽ അപ്പന് അമ്മ കൊടുക്കാതിരിക്കുന്ന അംഗീകാരങ്ങളാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ അപ്പന് കിട്ടേണ്ട സ്ഥാനം ലഭിക്കാതെ പോകുന്നു കൊണ്ട് അവന്റെ മനസ്സിൽ കയറുന്ന ഇമേജുകളാവാം. ഇതൊക്കെ ഈ മകനെ സ്വാഭാവികമായിട്ടും അപ്പന്റെ ഒരു സ്ട്രോങ് ഇമേജിന് പകരം വളരെ വീക്കായിട്ടൊരു ഇമേജിലാണ് കൊണ്ടെത്തിക്കുക. അത് അവനെ സ്വാഭാവികമായിട്ടും ഈ സ്വവർഗാനുരാഗത്തിലേക്ക് നയിക്കുന്നു എന്നൊരു പഠനം. തിരിച്ച് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളില് അമ്മയെക്കുറിച്ചുള്ള ഇമേജ് വളരെ സ്ട്രോങ് ആണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു തെറ്റായ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പഠനം കാണിക്കുന്നത്. അതേസമയത്ത് അമ്മ കഴിവുകെട്ടതാണെങ്കിൽ, അമ്മ അതിക്രൂരയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് അപ്പൻ ഉണ്ടാക്കുന്ന ഇമേജ് വളരെ മോശമാണെങ്കിൽ, അങ്ങനെ തെറ്റായ ഇമേജ് പേറി നടക്കുന്ന പെൺകുട്ടികളിൽ ഈ സ്വവർഗാനുരാഗം ഉണ്ടാകുന്നു എന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഒരു ജീവിതാനുഭവങ്ങളുടെ റിഫ്ലക്ഷനാണ്. അതൊരു ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള യാതൊരു എവിഡൻസും സ്വവർഗരതിക്കില്ല. യാതൊരു ജീനും സ്വവർഗരതിയിലെ ആയി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒരു ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. എങ്ങനെ? ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഫലമായിട്ടാണ്
ഈ അനുരാഗമൊക്കെ ഉടലെടുക്കുന്നത് എന്ന് പറയുന്നത്? അങ്ങനെ യാതൊരു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പഠനമില്ല. ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പൊ ജീൻ കണ്ടെത്തിയിട്ടില്ല, ഇത്തരത്തിലൊരു ജീനിനെയും കണ്ടെത്തിയിട്ടില്ല. ബിഹേവിയറൽ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിസിയോളജിക്കൽ എവിഡൻസ് യാതൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഇനി എങ്ങനെയാണ് സ്വവർഗ സ്നേഹികളെ നോർമലൈസ് ചെയ്തതെന്ന് അറിയാമോ? അത് വളരെ രസകരമാണ്. അമേരിക്കയിലെ സൈക്യാട്രി അസോസിയേഷൻ LGBT പോലുള്ള വളരെ ശക്തമായിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഇൻഫ്ലുവൻസ് വഴി സൈക്യാട്രി അസോസിയേഷന്റെ വോട്ടിട്ടാണ് അവര് ഈ സ്വവർഗാനുരാഗത്തെ നോർമലൈസ് ചെയ്യണോ വേണ്ടിയോ തീരുമാനിച്ചത്. അങ്ങനെ വോട്ടിട്ടപ്പോ ആദ്യ ഭാഗത്തില് അതിനെ നോർമലൈസ് ചെയ്യണ്ട എന്നുള്ള മട്ടിൽ വന്നു. പിന്നീട് അവർ രണ്ടാമത് നിർബന്ധിച്ച് പല സ്വാധീനങ്ങൾ ഉപയോഗിച്ച് രണ്ടാമത് വോട്ടിട്ടിട്ട് സ്വവർഗാനുരാഗത്തെ നോർമലൈസ് ചെയ്തു. എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത്? ഒരു ഹോർമോൺ പ്രവർത്തനത്തെ എങ്ങനെയാണ് വോട്ടിട്ടുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക? ഇതിനെ നോർമലൈസ് ചെയ്ത് അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷൻ വോട്ടിട്ട് തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പഠനം അത്തരത്തിലുള്ളതായിട്ട് നമുക്കറിയില്ല. LGBT പോലുള്ള വലിയ മാഫിയ സംഘങ്ങൾ അതിന് ശക്തമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് യാഥാർത്ഥ്യം അവിടെ മറുവശത്ത് നിൽക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സ്വഭാവ വൈകല്യങ്ങള് 3-4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ഇല്ല, ജീനുകളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വോട്ടിലിട്ടാണ് ഇത് നോർമലൈസ് ചെയ്തത് അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷൻ. ഇത്തരം ഒരു സ്വഭാവവിശേഷത്തെ, ഇത്തരം ജനറ്റിക്കൽ ആയിട്ടുള്ള ഹോർമോണൽ ആയിട്ടുള്ള സ്വഭാവവിശേഷത്തെ എങ്ങനെയാണ് ഡോക്ടർമാരുടെ സംഘടന അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷൻ വോട്ടിനിട്ട് തീരുമാനിക്കുക? അങ്ങനെ തീരുമാനിക്കേണ്ട കാര്യമാണോ അത്? വാസ്തവത്തിൽ അത് വളരെ ഭീകരമാണത്. തീർച്ചയായിട്ടും ഇതാണ് വാസ്തവത്തിൽ ലോകത്തിൽ ഇതിനൊരു നോർമലൈസേഷൻ അല്ലെങ്കിൽ ഒരു അത് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അത് ആവശ്യമാണ്, അതൊരു ഭാഗമാണ്, അത് നോർമൽ ലൈഫാണ് എന്ന് വരുത്തിയെടുക്കാനുള്ള പരിശ്രമം നടന്ന അത്തരത്തിലാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത്തരം സ്വഭാവ വൈകല്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിഹേവിയറൽ സവിശേഷതകളെ ട്രീറ്റ് ചെയ്താലും ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന സംഘടനകൾക്കെതിരായി വളരെ ശക്തമായിട്ട് LGBT അടക്കമുള്ളവർ പ്രവർത്തിക്കുന്നു. ഇതിനെ ട്രീറ്റ് നിഷ്കരണം തഴയുന്നു. റിസർച്ചുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ റിസർച്ച് പബ്ലിഷ് ചെയ്യുന്ന ജേർണലിനുള്ള ഫണ്ടിങ് വരെ WHO അടക്കം നിർത്തുന്നു. ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സംഘടനകളെ ആക്രമിച്ച് ഇല്ലാതാക്കുന്നു. അതിനെ ഒപ്പോസ് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ അവരുടെ ലക്ഷ്യം എന്താണ് സാർ? തീർച്ചയായിട്ടും അതിന് വളരെ ഗൂഢമായ ലക്ഷ്യമുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ മാഫിയ വാസ്തവത്തിൽ ഇതിന്റെ തലതൊട്ടപ്പൻ. നമുക്കറിയാവുന്നത് പോലെ സ്വവർഗാനുരാഗം സോദോം ഗോമോറയുടെ അനുഭവം നമുക്കറിയാം. സ്വവർഗാനുരാഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ എയ്ഡ്സിന് കാരണമാകുന്ന വലിയ ഒരു സ്വഭാവ വൈകൃതമാണ്. ആ സ്വഭാവ വൈകൃതത്തെ, സ്വവർഗാനുരാഗം എന്ന സ്വഭാവ വൈകൃതത്തെ നോർമലൈസ് ചെയ്തുകൊണ്ട് അത് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമായിട്ട് സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്ക് വേണ്ടുന്ന മരുന്നുകളുടെ വിപണന ശൃംഖലയെ ശക്തിപ്പെടുത്തുക, അതുവഴി കൊള്ളലാഭം കൊയ്യുക എന്നുള്ള ചില തൽപര കക്ഷികളുടെയും ചില മാഫിയ സംഘങ്ങളുടെയും ഒരു വശത്തെ പ്രവർത്തനങ്ങൾ അതിനകത്തുണ്ട്. അതിന് നമ്മൾ കുറച്ച് കാണാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ക്യാൻസർ ട്രീറ്റ്മെന്റ് റിസർച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ മെഡിക്കൽ അസോസിയേഷൻ അടക്കം എതിർക്കുന്നത്? ക്യാൻസർ ട്രീറ്റ്മെന്റ് ഫോറിൻ മെഡിസിൻ ഇമ്പോർട്ട് ചെയ്യുന്നതിന് അവരൊക്കെ എൻകറേജ് ചെയ്യുകയാണ്. പക്ഷെ അതിന്റെ റിസർച്ചിനെ എതിർക്കുകയാണ്. കാരണം അതൊരു ഫാർമസ്യൂട്ടിക്കൽ മാഫിയയുടെ ഒരു ലോബി അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ സംശയിക്കുന്നു. അതുപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിക്ക് ചികിത്സിക്കാൻ കഴിയില്ല, ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഹോമോസെക്ഷുവാലിറ്റിയെ ചികിത്സിച്ചാൽ ആ വ്യക്തിത്വത്തെയും ആ ശരീരഘടനയെയും ബാധിക്കുമെന്ന് ഡോക്ടർമാർ എഴുതി കൊടുത്തിരിക്കുന്നു അവരുടെ ലെറ്റർ ഹെഡില്. ഹോമോസെക്ഷുവാലിറ്റിയെ ചികിത്സിച്ചാൽ അത് LGBT പോലുള്ള സംഘടനകളുടെ ശക്തമായ ഇൻഫ്ലുവൻസ് വഴി ഡോക്ടർമാർ എഴുതി കൊടുക്കുകയാണ്. ഹോമോസെക്ഷുവാലിറ്റി ചികിത്സിച്ചാൽ വ്യക്തിത്വത്തെയും ശരീരഘടനയും ബാധിക്കും. ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. അമേരിക്കയിലെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ആഫ്രോ അമേരിക്കൻ നീഗ്രോയാണ്. അദ്ദേഹം ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ഒരു സമയം. അതേ സമയത്ത് തന്നെ അദ്ദേഹം ഒരു ഹോമോസെക്ഷലുമായിരുന്നു. അദ്ദേഹത്തെ ചികിത്സിക്കാനായി കൊണ്ടുപോയ സെന്ററിൽ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് ഒരു പ്രഭാതം ചാടിപ്പോയപ്പോൾ ഡ്രഗ് അഡിക്ഷന്റെ ചികിത്സയാണ് നടത്തുന്നത്. ചാടിപ്പോയപ്പോൾ അമേരിക്കൻ ഹൈവേയിൽ 100 കിലോമീറ്റർ 120 കിലോമീറ്റർ പോകുന്ന വേഗത്തിൽ പോകുന്ന ട്രക്ക് ഇടിച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മരണത്തെ എടുത്തു കാണിച്ചുകൊണ്ട് കോടതിയിൽ ചെന്നത് ഇദ്ദേഹത്തിന് സ്വവർഗാനുരാഗത്തിന് ചികിത്സ കൊടുത്തതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ശാരീരികമായ അപജയമാണ് ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മരണകാരണമായതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്ത്യയിൽ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഹരിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, അതേസമയത്ത് ഹോമോസെക്ഷലുമായിരുന്നു.
ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആ കുട്ടിയെ സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് സ്വവർഗാനുരാഗത്തെ ചികിത്സിച്ചിട്ടാണ് ആ കുട്ടി മരിച്ചത്, അതിന്റെ മരുന്നിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് ആണെന്ന് പറഞ്ഞ്. പക്ഷെ ആ കുട്ടിയുടെ അമ്മ പോലും പറഞ്ഞു ഞാൻ ആ കുട്ടിയെ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് ഡ്രഗ് അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരിക്ക് അടിപ്പെട്ടു പോയതിനാണെന്ന്. അത്തരം കേസുകൾ എടുത്ത് കോടതിയിൽ കൊണ്ടുവന്ന് ഇതിന് അനുകൂലമായി വിധി സമ്പാദിക്കുന്ന വലിയ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, സ്വവർഗ വിവാഹങ്ങളെ ഇത്തരത്തിൽ ജനറലൈസ് ചെയ്യുവാനായിട്ട് ആരെല്ലാം കൂട്ടുനിന്നാലും ഇത്തരത്തിലുള്ള തിന്മയ്ക്കെതിരെയുള്ള കൂട്ടുകൂടലാണെന്ന് തിരിച്ചറിയണം. അത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, മറ്റേത് പ്രസ്ഥാനങ്ങളും ആയിക്കോട്ടെ. ഇത്തരത്തിലുള്ള തിന്മയ്ക്ക് കൂട്ടുകൂടുന്നത് കൊണ്ടാണ്, ഒന്നെങ്കിൽ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ. അല്ല, അവിടെയാണ് എൻ്റെ ചോദ്യം. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ഈ സ്വവർഗ അനുരാഗികൾക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് മൊത്തമായ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുഴുവനായ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും അതിൽ ചില നേതാക്കള് ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കോടതിയിൽ വരുമ്പോഴും മറ്റു കാര്യങ്ങൾ വരുമ്പോഴും അത് തീർച്ചയായിട്ടും അപലപനീയമാണ്. ഒരു കാരണവശാലും അതിന് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ലോകക്രമത്തെക്കുറിച്ച്, ഒരു രാഷ്ട്രക്രമത്തെക്കുറിച്ച്, ഒരു സമൂഹ ക്രമത്തെക്കുറിച്ച് ഏതെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതിനെക്കുറിച്ച്. അല്ല, രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് ഇതിനെ അനുകൂലിക്കുന്നവരാണ്. രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇനി അതിനേക്കാൾ വലിയ ആളുകളാണെങ്കിലും തെറ്റ് ചെയ്താൽ, അവര് തെറ്റ് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്, അത് ശരിയാകില്ല. അതിന്റെ പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കപ്പെടണം. അതിന്റെ പിന്നിൽ ആരാണ് അവരെ സ്വാധീനിക്കുന്നത് അന്വേഷിക്കപ്പെടണം. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ, അതോ മറിച്ച് മറ്റേതെങ്കിലും വിധത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത്ര മേഖല വളരെ വ്യക്തമാണ്. തെറ്റ് ആര് പറഞ്ഞാലും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്, അത് എത്ര ഉന്നതരാണെങ്കിൽ പോലും. അച്ഛാ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൗരോഹിത്യ ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ട് അത് വാസ്തവത്തിൽ ജർമ്മനിയിലെ സഭയിൽ അവിടെ വൈദികരുടെ എണ്ണം കുറയുന്നു എന്നതിൻ്റെ പേരിൽ പൗരോഹിത്യ ബ്രഹ്മചര്യം ഒഴിവാക്കാവുന്നതാണെന്നും പുരോഹിതന്മാർക്ക് വിവാഹം കഴിക്കാം എന്നൊക്കെയുള്ള ഒരു നിലപാട് ജർമ്മൻ സഭയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയുണ്ട്. എന്നാൽ ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു നിലപാടായിട്ടാണ്, ഇത് കത്തോലിക്ക സഭയുടെ മുഴുവനുമുള്ള നിലപാടായിട്ടാണ് ചില മാധ്യമങ്ങൾ ഇവിടെ അതിനെ വ്യാഖ്യാനിച്ചത്. വാസ്തവത്തിൽ ഈ വിഷയത്തിൽ ഈ പൗരോഹിത്യ ബ്രഹ്മചര്യം എന്നുള്ള ഈ പ്രശ്നത്തിൽ സഭയുടെ കാനൻ നിയമത്തിൽ ഈ പൗരസ്ത്യ സഭകൾക്ക് വിവാഹം അനുവദനീയമായിട്ടാണ്. അച്ഛനെന്താ ഇതേക്കുറിച്ച് പറയണം? താങ്ക് യു. ലൈംഗികത അല്ലെങ്കിൽ കുടുംബജീവിതവും പൗരോഹിത്യം ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള അനുശാസനങ്ങളോട് കൂടിയ ഒരു പൗരോഹിത്യ ബ്രഹ്മചര്യം കത്തോലിക്ക സഭയുടെ ഭാഗമാവുന്നത് 11ാം നൂറ്റാണ്ട് മുതലാണ് എന്ന് പറയുന്ന ആളുകൾ, അത് ഒരു ഭാഗികമായി ശരിയാണ്. പക്ഷെ ആദിമസഭയുടെ കാലഘട്ടം മുതൽ, യേശുക്രിസ്തുവിന്റെയും അപ്പസ്തോല സമൂഹത്തിന്റെയും കാലഘട്ടം മുതൽ കുടുംബസ്ഥരായിട്ടുള്ളവർ യേശുവിനെ ചേർന്ന് നടന്നപ്പോൾ അവർ അവരുടെ കുടുംബത്തെ ഉപേക്ഷിക്കുന്നില്ല. എന്നാൽ അവിവാഹിതരായിരുന്നവർ ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ലൈംഗികമായ വികാരങ്ങളെയോ കുടുംബജീവിതത്തിലുള്ള താല്പര്യങ്ങളെയോ സമർപ്പിക്കുന്നതിന് ഏറ്റവും വിശുദ്ധ ആദർശമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, അദ്ദേഹം അവിവാഹിതനായിരുന്നു, പറയുന്നുണ്ട് എല്ലാവരും എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് സുവിശേഷ പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആദിമ സഭയിൽ പ്രത്യേകിച്ച് മെത്രാൻ സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ ശുദ്ധത, ആദിമസഭയിൽ ഏക പത്നിയുടെ ഭർത്താവാകണമെന്നൊക്കെ പറയാൻ കാര്യം വിവാഹിതരാണ് സുവിശേഷത്തിൽ വിശ്വസിച്ച് വരുന്നത്. അപ്പോൾ അവരിൽ വിശുദ്ധരും ജ്ഞാനികളുമായ മനുഷ്യർ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും അന്ന് അവർ ഏകപത്നികൾ, അവിടെയും ഈ ശുദ്ധതയുടെ ഒരു കൃത്യമായ കാഴ്ചപ്പാട് അവിടെ ഉള്ളതുകൊണ്ടാണ് ഏകപത്നിവ്രതം എന്നൂന്നി പറയാനുള്ള കാര്യം. ബഹുഭാര്യ ഭർതൃത്വത്തിന്റെ കാലഘട്ടങ്ങളിലാണ് ഈ കൃത്യമായ കാഴ്ചപ്പാട് സുവിശേഷം പുതിയ നിയമം നൽകുന്നത്. 3ാം നൂറ്റാണ്ടിൽ എൽവീറ കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ യഥാർത്ഥത്തിൽ ലൈംഗികമായ അല്ലെങ്കിൽ ബ്രഹ്മചര്യ വ്രതത്തിന്റെ പ്രാധാന്യം പൗരോഹിത്യത്തോട് ചേർന്ന് അതീവ പ്രാധാന്യം ഉണ്ടെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പിന്നീട് കാലാകാലങ്ങളിൽ സഭ ആദർശപരമായ ഒരു ശുദ്ധ ജീവിതം പൗരോഹിത്യ വൃത്തിയോട് ചേർത്ത് എന്നും പ്രോത്സാഹിപ്പിക്കുന്നു. ഈശ്വര സഭകളെ കുറിച്ച് പറയുമ്പോൾ യഹൂദ പാരമ്പര്യത്തിന് തുടർച്ച അവിടെ നമുക്ക് കാണാം. യഹൂദ പുരോഹിതന്മാർ വിവാഹിതനായിരുന്നു. കർത്താവിന് ബലിയർപ്പിക്കാൻ
അല്ലെങ്കിൽ ദേവാലയ ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന നിശ്ചയ കാലഘട്ടങ്ങളിൽ അവർ ലൈംഗികതയിൽ നിന്ന് ഒരു ആത്മനിയന്ത്രണം പാലിച്ചു. അപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം 19:12 യേശു പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരാക്കപ്പെടുന്ന ആളുകളിൽ. അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന് വേണ്ടി ഉന്നതമായ ഒരു ലക്ഷ്യം നമുക്കുണ്ട്. വെറുതെ ഒരാൾ വിവാഹം കഴിക്കാതിരിക്കുകയാണ്, മറിച്ച് ആ വ്യക്തിക്ക് ഒരു ഉന്നത ലക്ഷ്യമുണ്ട്. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം. അതിന് അയാളുടെ ഭാഗത്തുണ്ടാവുന്ന ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രകാശനമാണ് ആ വ്യക്തി തന്റെ ഹൃദയവും ശരീരവും വിഭജിക്കപ്പെടാതെ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ളത്. അതിന്റെ ആവിഷ്കാരമാണ് പൗരോഹിത്യ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉന്നതമായ ലക്ഷ്യം, അത് ഈ ബ്രഹ്മചര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ മനുഷ്യന് മാത്രം സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. ആഹാരത്തിന്റെ മുമ്പിൽ നിരാഹാരം ഇരിക്കാം, വിവാഹത്തിന്റെ മുമ്പിൽ കന്യാവർഗം ഇരിക്കാം, മനുഷ്യന് മാത്രം പറ്റുന്ന സാധ്യത കാര്യമാണ്. ഇപ്പോൾ ഈ പൗരോഹിത്യ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അസിഡിറ്റി രോഗമുള്ള ആൾക്ക് ഉപവസിക്കാൻ പറ്റാത്തതുകൊണ്ട് ലോകത്താരെ ഉപവസിക്കാൻ പാടില്ല അയാൾ പറഞ്ഞാൽ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ശുദ്ധത ശീലിക്കാനോ ആത്മനിയന്ത്രണം പാലിക്കാനോ ലൈംഗികാധികാരത്തെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അതിന് മറ്റുന്നതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പിക്കാനോ പറ്റാത്ത ആളുകൾ ഈ പൗരോഹിത്യ ലൈംഗികതയെ കുറിച്ച് അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തെ കുറിച്ച് വ്യാകുലപ്പെടുന്നതിനെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സഭയുടെ ഒരു വിശുദ്ധമായ പതിവ് എവിടെയുണ്ട്. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നവർ അതിനുവേണ്ടി ഒരു സമർപ്പണം നടത്തും. ഇനി സഭ പ്രഘോഷിക്കുന്നത് സ്വർഗരാജ്യത്തെ. ആ സ്വർഗരാജ്യം ദൈവത്തിന്റെ രാജ്യം എന്താണ്? യേശു ഈ മരണാനന്തര ജീവിതത്തിൽ വിവാഹ ബന്ധങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ചോദിക്കുന്ന സദുക്കായർ എന്ന് പറയുന്ന ആളുകളോട് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ പുനരുത്ഥാനത്തിൽ ഇവിടെ വിവാഹം ചെയ്യുകയും മക്കൾ ഉണ്ടാവുകയും ചെയ്യുകയില്ല, അവർ ദൈവദൂതന്മാരെ പോരായിരിക്കും. പൗരോഹിത്യം, കത്തോലിക്ക പൗരോഹിത്യം ഭൂമിയിലെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നത് പുനരുത്ഥാന ജീവിതത്തിന്റെ അടയാളമായി. പുനരുദ്ധാന ജീവിതത്തിൽ ഈ ജഡത്തിന്റെ വ്യാപാരത്തിലോ ഈ മോഹങ്ങൾക്കോ അപ്പുറത്ത് ദൈവദൂതന്മാരെ പോലെ അവാച്യമായ സ്വാതന്ത്ര്യവും ദൈവത്തോടുള്ള അവിഭക്തമായ ഒരു ഹൃദയത്തിന്റെ സമർപ്പണവും എങ്ങനെ ഉണ്ടാകും? അതിന്റെ ലൗകികമായ അടയാളങ്ങളും ആവിഷ്കാരങ്ങളുമാണ് കത്തോലിക്ക പൗരോഹിത്യം. അതാണ് അതിന്റെ ഉന്നതമായ ഒരു ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ നിരാസമല്ല, ലൈംഗിക ചോദനകളുടെ വികാരങ്ങളുടെ നിരാസമല്ല, മറിച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആർഷഭാരതൻ പറയുന്നത് പോലെ, മഹർഷിമാരുടെ സൂക്തം പോലെ സർവലോകത്തിനും സുഖമുണ്ടാകാൻ വേണ്ടി സ്വന്തം ശരീരത്തിന്റെ ചില ചോദനകളെ ആഗ്രഹിക്കുകയോ വേണ്ടെന്ന് വെക്കുകയും അവയുടെ മേൽ ആത്മനിയന്ത്രണം കൊണ്ട് അവയെ ചെയ്യുന്ന ഉദാത്തമായ ഒരു ജീവിത ശൈലിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഞാൻ പറഞ്ഞില്ല മുൻപ് ഈ സ്വർഗാനുരാഗികളോടുള്ള കാഴ്ചപ്പാടിൽ എന്ന പോലെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെയും എപ്പോഴും ഈ പറയുന്ന ആളുകളാൽ സഭയുടെ ബ്രഹ്മചര്യവും പൗരോഹിത്യത്തിന്റെ ആ ബ്രഹ്മചര്യവും ഒക്കെ അത് ഇല്ലാണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരാൽ ആക്രമിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദിച്ചത് പൗരോഹിത്യ ബ്രഹ്മചര്യത്തെ കുറിച്ചുള്ള അത് അവസാനം വരെ നിലനിൽക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ മാർപ്പാപ്പ പറയുന്നത് സഭ തുടങ്ങിയപ്പോൾ ഉള്ള ഏറ്റവും അടിസ്ഥാനപരമായ പൗരോഹിത്യത്തിൽ സവിശേഷത അല്ല ബ്രഹ്മചര്യം, അതൊരു ഉന്നതമായ ദർശനമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സഭകളിൽ വിവാഹം കഴിക്കുന്ന പുരോഗതി ഇന്നുണ്ട്, അവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിവാഹ ബന്ധമാണ് പുരോഹിതനാക്കുന്നത് എന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. ഈ ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ് മാർപ്പാപ്പ പറയുന്നത്. ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും പ്രദേശത്ത് വിവാഹിതരായ പുരോഹിതൻ ഉണ്ടായാൽ അത് പൗരോഹിത്യത്തെ അസാധുവാക്കുന്നു എന്ന് ചിന്തിക്കരുത്. ആ ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ വിചാരിക്കുന്നത് ഏതൊരു മലയാള ചാനലിൽ വലിയ ആധികാരികമായ ഒരു വലിയ നീണ്ട ചർച്ച തന്നെ നടത്താം. ഫ്രാൻസിസ് മാർപ്പാപ്പ പൗരോഹിത്യ ബ്രഹ്മചര്യം വേണ്ടെന്ന് വെച്ചത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ ആളുകൾക്ക് എന്തൊരു ജിജ്ഞാസയാണ് ബ്രഹ്മചാരികളായ പുരോഹിതന്മാരെക്കാൾ അവരെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഇവിടുത്തെ ചാനൽ വക്താക്കൾക്കാണ് എന്നുള്ളതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ സഭയുടെ നിലപാട്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാട് വളരെ കൃത്യമാണ്. സ്വർഗരാജ്യത്തിന്റെ അടയാളമാണ് പൗരോഹിത്യം. എങ്ങനെയാണ് പുനരുദ്ധാനത്തിൽ നമ്മൾ പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിന്റെ ജീവിതം? അങ്ങനെയാണ്. അതിന്റെ വർത്തമാനകാല ആവിഷ്കാരമാണ്
ആത്മസമർപ്പണത്തിന്റെയും അവിഭക്ത ഹൃദയത്തിന്റെയും അഭാജ്യമായ ആന്തരിക സ്വാതന്ത്ര്യത്തിന്റെയും ആഘോഷമായ പൗരോഹിത്യ ബ്രഹ്മചര്യം എന്ന് പറയും. വളരെ വ്യക്തമാണ് ഫാദർ ടോം ഓലിക്കരോട്ട്. പതിവ് പോലെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളെ വളരെ തെറ്റായ രീതിയിൽ, അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ പല മാധ്യമങ്ങളും പുലർത്തിപ്പോരുന്നുണ്ട്. വളരെ വ്യക്തമാണ്. ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം ഇപ്പോൾ BJPയോട് കൂടുതൽ ചായ്വ് കാണിക്കുന്നു എന്ന ഒരു ആരോപണം മൊത്തത്തിലുണ്ട്. ഇപ്പോൾ BJP സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലം മുഖാന്തരം അത് വാസ്തവത്തിൽ ക്രൈസ്തവ സഭകളുടെ നിലപാടിനോട് വളരെ ചേർന്ന് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് BJPയിലേക്കുള്ള ആ ഒരു ദൂരം ഇപ്പോൾ കുറച്ച് കുറയുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വസ്തുത, അതിനെ വേണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവർ അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഭാരതത്തിന്റെ സംസ്കാരത്തിനും ഭാരതത്തിന്റെ കുടുംബ ബന്ധങ്ങൾക്കും ഭാരതത്തിന്റെ വിവാഹം എന്ന സംസ്കാരത്തിനും അനുകൂലമായി സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അത് സുപ്രീം കോടതിയെ അറിയിക്കുമ്പോൾ അത് ആര് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അത് കുടുംബ ബന്ധങ്ങളെയും കുടുംബത്തെയും വിവാഹത്തെയും തകർക്കുന്ന ഏത് നിയമനിർമ്മാണങ്ങളും ഏത് കോടതി വിചാരണകളാണെങ്കിലും അതിനെ എതിർക്കേണ്ടത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ കടമയാണ്. അത് അവർ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വേറെ താല്പര്യങ്ങൾ ഞാൻ കാണുന്നില്ല. എന്നാൽ അത് തീർച്ചയായിട്ടും ക്രൈസ്തവ സമുദായത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രബോധനത്തോട് ചേർന്ന് പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള സമീപനങ്ങളെ സഭ എക്കാലത്തും സ്വാഗതം ചെയ്യും. സഭയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയല്ല, മറിച്ച് രാഷ്ട്രീയ അവബോധമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് തീർച്ചയായിട്ടും അവരെ ശ്രമിക്കേണ്ടതുണ്ട്. അവരെ തിരുത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള കടമയുണ്ട്. അപ്പൊ ആ രാഷ്ട്രീയ അവബോധത്തിൽ നിന്നുകൊണ്ട് സഭയ്ക്കുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കേണ്ടത് സഭയുടെ ധാർമ്മികതയുടെ അടിത്തറയിൽ നിന്നുള്ള തീർച്ചയായിട്ടുമുള്ള ഒരു ഗർജനമാണ്. അത് സാധ്യമാകണം. അപ്പോൾ മാത്രമാണ്, നമുക്കറിയാം ഇപ്പോ ചൈനയിൽ അതുപോലെ രാജ്യങ്ങൾ, ഇന്ത്യയിൽ പോലും ഭരണാധികാരികളുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റിയറിംഗ് പിടിച്ചിരുന്നത് മതാചാര്യന്മാരോ അല്ലെങ്കിൽ അതുപോലുള്ള സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരോ ആയിരുന്നു. ആ കാലഘട്ടം ഇന്നും ഉണ്ട്. ആ കാലഘട്ടം എല്ലാ കാലത്തും ഉണ്ട്. മാർപ്പാപ്പയുടെ സ്വരം ലോകത്തിന്റെ മനസ്സാക്ഷിയുടെ ശബ്ദമായി നിലകൊള്ളുകയാണ് ഇന്ന്. അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളും റഷ്യ പോലുള്ള രാജ്യങ്ങളും മറ്റ് യൂറോപ്യൻ കൺട്രീസും ഒക്കെ ഒരു ധാർമ്മിക വിഷയത്തിൽ മാർപ്പാപ്പ എന്ത് പറയുന്നു എന്ന് വളരെ കാതോർക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അതൊരു യഥാർത്ഥ ലോകത്തിന്റെ മനസ്സാക്ഷിയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഭാരതത്തിലും. ഭാരത കത്തോലിക്ക സഭയ്ക്ക് ആഗോള കത്തോലിക്ക സഭയിൽ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാൻഡ് അല്ലല്ലോ ഈ വിഷയങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ കോടതിയിൽ ചോദ്യം ചെയ്യുകയോ അതിന് എതിരായിട്ട് അഫിഡവിറ്റ് കൊടുക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സഭ അതിനെ അനുകൂലിക്കും. പിന്നെ രണ്ടാമത്തെ പാർട്ട്, ഈ കത്തോലിക്ക സഭ ഇതിനോട് അടുക്കുന്നോ എന്ന് ചോദിച്ചാൽ, സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രബോധനങ്ങളും സഭയുടെ കാഴ്ചപ്പാടുകളും സഭയുടെ ധാർമ്മികതയോടും യോജിച്ചു പോകുന്ന ഏത് പ്രസ്ഥാനങ്ങളെയും സഭ സപ്പോർട്ട് ചെയ്യണ്ടേ? സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടതല്ലേ? അതല്ലെങ്കിൽ പിന്നെ സഭയുടെ ധാർമ്മികത എവിടെയെന്ന് ചോദ്യം വരില്ലേ? അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണെന്ന് എന്റെ അഭിപ്രായം. അത് പാർട്ടി നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ അല്ല, മറിച്ച് സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നിലനിൽപ്പിന് ഉതകുന്ന വിധത്തിലുള്ള വ്യക്തമായിട്ടുള്ള പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഊന്നി പറയേണ്ടി വരും. നിശ്ചയമായും വളരെ വ്യക്തമാണ് അങ്ങ് പറഞ്ഞ ഈ മറുപടി. രാഷ്ട്രീയം നോക്കാതെ തന്നെ ഈ നിലപാടുകൾക്ക് ക്രൈസ്തവ സഭ എന്നും പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ നിലപാട് BJP സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത ഈ സത്യവാങ്മൂലത്തിലെ ഈ നിലപാട്, ഇത് ജീവന്റെ നിലനിൽപ്പിന്, ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന്, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഇത് അത്യന്താപേക്ഷിതമാണ്. വളരെ വ്യക്തമായി ഈ ചർച്ചയിൽ കാര്യങ്ങളെ വ്യക്തമാക്കി തന്ന ഫാദർ ടോം ഓലിക്കരോട്ട്, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, രണ്ടുപേർക്കും നന്ദി.